എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തില് വിജയിക്കാൻ ശരിക്കും എന്താണ് വേണ്ടത്? നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമാണോ? അതോ അതിനപ്പുറം നമ്മുടെയൊക്കെ ഉള്ളിലൊളിഞ്ഞിരിക്കുന്ന വേറൊരു ശക്തിയുണ്ടോ? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു അദൃശ്യ ശക്തിയെക്കുറിച്ചാണ്. വിജയത്തിലേക്കുള്ള യഥാർത്ഥ താക്കോൽ എന്ന് പറയുന്നത് നമ്മുടെ ദൃഢമായ മനോബലമാണ്. നമ്മളൊക്കെ സാധാരണയായി ശരീരക്ഷമതയ്ക്കാണ്, ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്തിനാണ് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്, അതിനൊരു പരിധിയുണ്ട്. കാലം പോകുന്തോറും അത് കുറഞ്ഞു വരും. എന്നാൽ മനോബലത്തിന്റെ കാര്യം അങ്ങനെയല്ല. അതൊരു അത്ഭുതം തന്നെയാണ്. ഉപയോഗിക്കും തോറും ശക്തി കൂടുന്നൊരു ആയുധം പോലെയാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ കാലത്തെ അതിജീവിക്കുന്ന ശക്തി വരുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നല്ല, മനസ്സിൽ നിന്നാണ്. അപ്പോൾ ഈയൊരു വിഷയത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മനസ്സിന് ശരീരത്തിനു മുകളിലുള്ള ആ ഒരു ശക്തിയെക്കുറിച്ചാണ്. പിന്നെ ചരിത്രത്തിൽ ഇച്ഛാശക്തി കൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ച ചില മഹത് വ്യക്തികളെ നമ്മൾ പരിചയപ്പെടും. അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാം ശത്രുവായ ഭയത്തെക്കുറിച്ചും ഒരു ദുർബലമായ മനസ്സിന്റെ അപകടങ്ങളെക്കുറിച്ചും സംസാരിക്കും. അത് കഴിഞ്ഞ് ഈ മനോബലം എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം. അവസാനം എന്തുകൊണ്ടാണ് ഒരു ആദർശം യഥാർത്ഥ ശക്തിയാകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. നമ്മുടെ ആരോഗ്യത്തെയും കഴിവിനെയുമൊക്കെ നിയന്ത്രിക്കുന്ന ആ അദൃശ്യ ശക്തി, അതായത് നമ്മുടെ മനസ്സിന്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ പറയുന്ന മനോബലം? പണ്ടുള്ള ഋഷിമാർക്കൊക്കെ അറിയാമായിരുന്നൊരു കാര്യമാണിത്. ഇന്നത്തെ സയൻസ് അത് ശരിവെക്കുന്നുമുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലെ ആ ഒരു ഉറച്ച തീരുമാനമില്ലേ, ആ ഒരു ഇച്ഛാശക്തി, അത് തന്നെയാണ് മനോബലം. ഈ ശക്തിയാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളെ വീഴാതെ പിടിച്ചു നിർത്തുന്നത്. എന്തിന്? നമ്മുടെ ശരീരത്തെ വരെ നിയന്ത്രിക്കുന്നത് ഈ ശക്തിയാണ്. ഇനി ഒരു ദുർബലമായ മനസ്സ് ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. മനോധൈര്യമങ്ങ് തകർന്നുപോയാൽ ജീവിതം മുഴുവൻ ഒരുതരം നിരാശയായിരിക്കും. പലപ്പോഴും ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ വരുന്നത് നമ്മുടെ ഉള്ളിലെ ഈ പേടിയും സംശയവും കൊണ്ടൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ, മനസ്സ് തളർന്നാൽ ശരീരം തളരും. ഇത് മനസ്സിലാക്കാൻ വളരെ നല്ലൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ ശരീരം ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു ബൾബാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മനോബലം എന്ന് പറയുന്നത് അതിലേക്ക് വരുന്ന കറണ്ടാണ്. കറണ്ടില്ലെങ്കിൽ എത്ര നല്ല ഫാനായാലും കറങ്ങില്ല, ബൾബ് കത്തുകയുമില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് മനോബലമില്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ശരീരം പോലും തളർന്നുപോയതുപോലെ നമുക്ക് തോന്നും. ശരി, വെറുതെ തിയറി മാത്രം പറഞ്ഞിരുന്നാൽ പോരല്ലോ. നമുക്ക് കുറച്ച് യഥാർത്ഥ ഉദാഹരണങ്ങൾ നോക്കാം. സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ സാധിച്ച ചില മഹത് വ്യക്തികളുണ്ട് ചരിത്രത്തിൽ. അവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് ഈ മനോബലത്തിന്റെ ശക്തി ശരിക്കും മനസ്സിലാകും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹന്റേത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ അമ്പുകളേറ്റ് ശരീരം മുഴുവൻ തുളഞ്ഞ് അദ്ദേഹം ശരശയ്യയിൽ കിടക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ശാരീരികമായി അദ്ദേഹം പൂർണ്ണമായും തകർന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ആ തകർന്ന ശരീരത്തിലും അദ്ദേഹത്തിന്റെ മനസ്സ്, ആ ഇച്ഛാശക്തി ഒരു പാറ പോലെ ഉറച്ചുനിന്നു. ഉത്തരായനം വന്നിട്ടേ ഞാൻ മരിക്കൂ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. ആ ഒരൊറ്റ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം 6 മാസമാണ് അദ്ദേഹം ജീവൻ നിലനിർത്തിയത്. അപ്പോൾ നോക്കൂ, എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ ശരീരമല്ല, മനസ്സായിരുന്നു. ഭീഷ്മരുടെ കഥ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കേട്ടോ. ചരിത്രത്തിലുടനീളം നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. ശരീരത്തിൽ 60ഓളം മുറിവുകളുണ്ടായിട്ടും ധീരമായി യുദ്ധം ചെയ്ത റാണ സംഗ, അല്ലെങ്കിൽ 16 വർഷത്തോളം അസുഖബാധിതനായി കിടന്നിട്ടും മഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതിയ ആദി ശങ്കരാചാര്യർ, അതുപോലെ വയറ്റിൽ വലിയൊരൾസറുണ്ടായിട്ടും 20 വർഷത്തോളം ആയിരക്കണക്കിന് മൈലുകൾ നടന്ന വിനോബ ഭാവെ. ഇവരെല്ലാം ഒരേ കാര്യമാണ് നമ്മളോട് പറയുന്നത്: ഉറച്ച മനസ്സുണ്ടെങ്കിൽ തകർന്ന ശരീരത്തെപ്പോലും അതിജീവിക്കാൻ നമുക്ക് കഴിയും. അതെ, അതാണ് പോയിന്റ്. നെപ്പോളിയൻ, ഗാന്ധിജി, വിനോബ ഭാവെ ഇവരാരും ഭീമാകാരമായ ശരീരമുള്ളവരായിരുന്നില്ല, സാധാരണ മനുഷ്യരായിരുന്നു. പക്ഷെ അവരുടെ സങ്കല്പബലം, ആ ഒരു നിശ്ചയദാർഢ്യം, അത് അസാധാരണമായിരുന്നു. പർവ്വതത്തെ വരെ ഇളക്കാൻ കഴിയുന്നത്ര ശക്തമായിരുന്നു അത്. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടത് വലിയ ശരീരമല്ല, ഉറച്ച മനസ്സാണ്. ഇതുവരെ നമ്മൾ ശക്തമായ മനസ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ നേരെ മറുവശം, ഒരു ദുർബലമായ മനസ്സിന് എന്ത് സംഭവിക്കും? നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ശത്രുവാണല്ലോ ഭയം. ആ ഭയത്തിന്റെ അപകടങ്ങളെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഭയം എത്ര വലിയ അപകടകാരിയാണെന്ന് മനസ്സിലാക്കാൻ ചില ചെറിയ ഉദാഹരണങ്ങൾ നോക്കാം. ഒരു മരത്തിന്റെ മുകളിൽ സുരക്ഷിതനായിരിക്കുന്ന ഒരു കുരങ്ങൻ താഴെ ഒരു പുലിയെ കാണുന്നു എന്ന് കരുതുക. ആ പേടികൊണ്ട് അത് മരത്തിൽ നിന്ന് തന്നെ താഴെ വീഴുന്നു.
അതുപോലെ താഴെ പെരുമ്പാമ്പിനെ കണ്ട് പേടിച്ച് പറക്കാൻ പോലും മറന്ന് പക്ഷികൾ താഴേക്ക് വീഴുന്നു. അപ്പോൾ ശരിക്കുള്ള അപകടത്തേക്കാൾ വലുതാണ് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ഭയം എന്ന അപകടം. ഈ ഒരു ആശയം വ്യക്തമാക്കുന്ന ഒരു ചെറിയ കഥയുണ്ട്. ഒരിക്കൽ ഒരു നാട്ടിൽ നിന്ന് 1000 പേരെ കൊണ്ടുവരാനായി മരണത്തിന് ഒരു ദൗത്യം കിട്ടി. മിഷൻ വളരെ ക്ലിയറായിരുന്നു. കൃത്യം 1000 പേർ. പക്ഷേ ദൗത്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണക്കെടുത്തപ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് കണ്ടത്. 2000 പേർ മരിച്ചിരിക്കുന്നു. കൊണ്ടുവരാൻ പറഞ്ഞതിന്റെ ഇരട്ടി. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എന്താണ് ആ ബാക്കി 1000 പേർക്ക് സംഭവിച്ചത്? അവരെ ആരാണ് കൊന്നത്? അതിനു മരണം കൊടുത്ത മറുപടി മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു വലിയ സത്യം തുറന്നു കാണിക്കുന്നതായിരുന്നു. മരണം പറഞ്ഞു, ഞാൻ എനിക്ക് തന്ന ദൗത്യം കൃത്യമായി ചെയ്തു. 1000 പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി 1000 പേർ മരിച്ചത് ഞാൻ വരുന്നുണ്ട് എന്ന പേടികൊണ്ടാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. യഥാർത്ഥ അസുഖത്തേക്കാൾ വലിയൊരു മഹാമാരിയാണ് ഭയം. അപ്പോ ഒരു ദുർബലമായ മനസ്സ് ഇത്രയും അപകടകാരിയാണെങ്കിൽ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും. എങ്ങനെ നമ്മുടെ മനസ്സിനെ ശക്തമാക്കാം? നമുക്ക് തകർക്കാൻ പറ്റാത്തൊരു ആന്തരിക ശക്തി എങ്ങനെ നേടിയെടുക്കാം എന്ന് നോക്കാം. ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്കെല്ലാവരുടെയും ഉള്ളിലും ഒരു വലിയ ശക്തി ഒളിഞ്ഞുകിടപ്പുണ്ട്. സാധാരണയായി നമ്മൾ നമ്മുടെ ബ്രെയിൻ പവറിന്റെ 7% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി 93% നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ ഉറങ്ങിക്കിടക്കുകയാണ്. ഈ മനോബലം കൂട്ടുന്നത് ഒരു മസിലുണ്ടാക്കുന്നത് പോലെയാണ്. പതിയെ പതിയെ ചെയ്യണം. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം ഏറ്റെടുക്കുക. എന്നിട്ട് എന്ത് തടസ്സം വന്നാലും ഞാനിത് ചെയ്തിരിക്കും എന്ന് സ്വയം ഒരു വാക്ക് കൊടുക്കുക. അത് പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട്. ആ ചെറിയ വിജയം അടുത്ത വലിയൊരു കാര്യം ചെയ്യാനുള്ള ഊർജ്ജം നമുക്ക് തരും. ഒരു കാലത്ത് മന്ദബുദ്ധികളെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന കാളിദാസനും വരദരാജനുമൊക്കെ പിന്നീട് വലിയ പണ്ഡിതന്മാരായി മാറിയത് അവരുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ്. അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ശക്തി നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മളത് ഉണർത്തിയാൽ മതി. ശരി, നമുക്ക് ഇച്ഛാശക്തിയുണ്ട്. പക്ഷേ ഈ ശക്തിയെ ശരിയായ വഴിക്ക് നയിക്കുന്ന ഇന്ധനമെന്താണ്? എന്തുകൊണ്ടാണ് യഥാർത്ഥ ശക്തിക്ക് നല്ലൊരു ലക്ഷ്യം വേണ്ടിവരുന്നത്? നമ്മുടെ അവസാന ഭാഗത്ത് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഇവിടെ നമ്മളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഒരു ക്രിമിനലിന്റെ വാശിയും ഒരു നല്ല ആദർശമുള്ള ആളുടെ നിശ്ചയദാർഢ്യവും രണ്ടും രണ്ടാണ്. ക്രിമിനലിൻ്റേത് ഒരുതരം ഭ്രാന്താണ്. അത് നശിപ്പിക്കാനേ ഉപകരിക്കൂ. അത് മണൽക്കോട്ട പോലെയാണ്. ഒരു ചെറിയ കാറ്റടിച്ചാൽ തകർന്നു പോകും. പക്ഷെ ആദർശമുള്ള ആളുടെ ശക്തി അങ്ങനെയല്ല. അത് ക്രിയേറ്റീവാണ്. പെട്ടെന്നൊന്നും തകർക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ യഥാർത്ഥ മനോബലം പടുത്തുയർത്തുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ്. ഒന്നാമത്തത് നമ്മുടെ ചിന്തകളിലെ മികവ്. രണ്ടാമത് സ്വഭാവത്തിലെ ആദർശം. മൂന്നാമത് നമ്മുടെ പെരുമാറ്റത്തിലെ മാന്യതയും അന്തസ്സും. ചുരുക്കത്തിൽ ഉള്ളിൽ നിന്ന് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ശക്തരാക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇങ്ങനെയുള്ള ആദർശങ്ങൾ നയിക്കുന്ന ഒരു ഇച്ഛാശക്തിക്ക് മാത്രമേ ശരിക്കും മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ബഹുമാനം നേടാനും മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാനും കഴിയും. ഈ ഒരു ശക്തിക്ക് നമ്മുടെ ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം ഒരു സാരമായിട്ട് എന്ത് പറയാം? മനസ്സിൽ ശക്തനായ ഒരാൾ തേജസ്വിയായി മാറും. ഏത് പ്രതിസന്ധിയെയും ഒരു അവസരമാക്കി മാറ്റുക എന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു കുട്ടിക്കളി പോലെയായിരിക്കും. അതെ, യഥാർത്ഥ ശക്തി പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്നതല്ല, പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റുന്നതാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ മനോബൽ അനേകാനിക് സഫലതാവും കി കുഞ്ചി എന്ന ഹിന്ദി പുസ്തകത്തെ ആധാരമാക്കിയുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അപാരമായ ശക്തിയെ തിരിച്ചറിയാനും വളർത്തിയെടുക്കാനും ഈ വാക്കുകൾ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.